യുദ്ധകാലാടിസ്ഥാനത്തിൽ ഒരുപാട് പ്രവാസികൾ ഇവിടെ കുടുങ്ങിപ്പോയി. അതേപോലെ ഒരുപാട് പ്രവാസികൾ നാട്ടിലും കുടുങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുടുങ്ങിയ ആളുകൾ ഫിനാൻഷ്യലി ചിലപ്പോൾ അത്ര ബുദ്ധിമുട്ടണമെന്നില്ല, പക്ഷേ നാട്ടിൽ കുടുങ്ങിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഫിനാൻഷ്യലി ഒരുപാട് പ്രയാസത്തിലായിരിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് യുദ്ധകാലവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു കുടുങ്ങിപ്പോകലുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളാണ്. ഇപ്പോൾ നാട്ടിൽ കുടുങ്ങിയ ആളുകളെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ഇപ്പോൾ ചില ആളുകൾ പ്രവാസികളായാൽ പിന്നെ നാട്ടിൽ പോയാൽ ഒരു പണിക്ക് പോകില്ല, വെറുതെ ഇരിക്കുക നാട്ടിൽ. അങ്ങനെ അപ്പോൾ ഫിനാൻഷ്യലി ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഇത് കൊറോണ എന്ന സമയത്ത് ഒരുപാട് ആളുകൾ നമ്മൾ ഒരുപാട് പഠിച്ചു പാഠങ്ങൾ. പക്ഷേ ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എത്ര പാഠം പഠിച്ചാലും പതിയെ ആകുമ്പോൾ അത് മറന്നു. പതിയെ ചേർക്കുമ്പോൾ ഇപ്പോൾ തൗഹീദിനെ കുറിച്ചും ഖുർആനെ കുറിച്ചൊക്കെ നിരന്തരമായി എന്തുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയുന്നത്? നമ്മൾ പറഞ്ഞ എന്തിനും ഇവർ പറയുന്നത്? പറഞ്ഞ പ്രസംഗം തന്നെ വീണ്ടും പറയും. അപ്പോൾ അതേ വിഷയം വീണ്ടും പറയും. വലിയ പണ്ഡിതന്മാർ പോലും അവരത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേക്കും. ഇതിപ്പോൾ പറയുമ്പോൾ അവർക്കും അതൊരു എഫക്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ കേൾക്കുന്ന ആളുകൾ ഇതന്നെ കേൾക്കണം. പക്ഷേ അത് മനുഷ്യൻ്റെ സ്ഥിതി അങ്ങനെയാണ്. മനുഷ്യൻ മറന്നു പോകും, അല്ലെങ്കിൽ തെറ്റിപ്പോവും. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ പ്രാർത്ഥന നമുക്ക് കാണാൻ സാധിക്കും. പടച്ചോനെ വിഗ്രഹങ്ങൾ ആരാധിക്കുന്നതെന്ന് നീ എന്നെ തടയണേ. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാം. എന്തുകൊണ്ട്? ആ മനുഷ്യൻ്റെ പ്രകൃതി അങ്ങനെയാണ്. അപ്പം പേടിക്കണം, മനുഷ്യൻ തെറ്റിപ്പോവോ. അപ്പോൾ ചൂട് തിന്മ അങ്ങോട്ടും ഇങ്ങോട്ടും 4 ഭാഗത്തുനിന്നും ഇങ്ങനെ ആഞ്ഞു വിളിക്കുക. നമ്മൾ നല്ലൊരു വീഡിയോസ് നോക്കുമ്പോൾ പോലും പോപ്പട്ട് മെസ്സേജുകളായിട്ട് വരുന്നത് നമുക്ക് പറ്റാത്ത മെസ്സേജുകളാണ് വരുന്നത്. അപ്പോൾ അത്രക്കൊണ്ട് അപ്പോൾ ഈ സന്ദർഭത്തിലൊക്കെ വളരെ നമ്മൾ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു പല കാര്യങ്ങളിലും. അപ്പോൾ അതുപോലെ ഇപ്പോൾ ചില ആളുകൾ ചെറിയ ശമ്പളത്തിൽ ഇവിടെ വന്നിട്ട് പണിയെടുക്കുന്നു. ഗൾഫ് നാടുകളിൽ ചെറിയ ശമ്പളത്തിൽ വന്നിട്ട് പണിയെടുത്തിട്ട് എന്താകുമെന്ന് വെച്ചാൽ, ചെറിയ ശമ്പളത്തിൽ വന്നിട്ട് പണിയെടുത്തിട്ട് കുറച്ച് കാലം കഴിയുമ്പോൾ പിന്നെ ശമ്പളം കുറച്ച് കൂടി പോയി. പിന്നെ എനിക്ക് 200 കിട്ടാമെങ്കിൽ ആദ്യം 120, 160, 140 കിട്ടി 200, 220, 250 ശമ്പളം കിട്ടിയാലും ഓൻ പിന്നെയും പറയുന്നത് ശമ്പളമൊന്നും പോരപ്പാ, എവിടെയെങ്കിലും പണി നോക്കണം, നല്ല ശമ്പളം തന്നെ. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? പണ്ടെടുത്തെല്ലാം മറന്നു മനുഷ്യൻ. ഇപ്പോൾ ചില ആളുകൾ പറയും പണ്ടെടുത്ത് 50,000 ഞാൻ പണിയെടുത്തിന്, 60,000 പണിയെടുത്തിന്. പക്ഷേ പണ്ടത്തെ കഴിഞ്ഞു പോയി. ഇനിയിപ്പോൾ അത് പണ്ടത്തെ കാലം അത് പറഞ്ഞിട്ട് കാര്യമില്ല. പണ്ട് നീ 50 എടുത്തിട്ട് ഇപ്പോൾ നീ 50 എടുക്കുമെന്ന് പറയാൻ കഴിയില്ല. ഇന്നത്തെ അവസ്ഥ അങ്ങനെയല്ല, ഇന്നത്തെ മൂല്യം അങ്ങനെയല്ല. പണ്ട് 100,000 കൊടുത്ത് 7,500 കിട്ടുന്നതായിട്ടു 100 ദിനാറ് കൊടുക്കുമ്പോൾ ഇന്ന് കിട്ടുന്ന അത്ര 30,000, 34,000 കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട അങ്ങനെ പല കാര്യങ്ങളുണ്ട്. നമ്മളിങ്ങനെ മാറിപ്പോവും. അപ്പോൾ അതുപോലെ പ്രവാസിയായാൽ പിന്നെ ചില ആളുകൾ ഒരു പണിക്ക് പോകില്ല. പണ്ട് നാട്ടിൽ പണിയെടുത്ത കാര്യങ്ങളൊക്കെ മറന്നു പോകും. പണ്ട് ജീവിക്കുമ്പോൾ ഓട്ടോ എടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ വണ്ടി ഓട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഡ്രൈവർ പണിയെടുത്തിട്ടുണ്ടാവും, മീനിൻ്റെ മാർക്കറ്റ് പണിയെടുക്കുക, എന്തും നല്ല ജോലികൾ. ചില ആളുകൾ അതിനെ വില കുറഞ്ഞ് കാണുന്ന ചില ജോലികളുണ്ട്. മീൻ വിൽക്കാന്ന് വെച്ചാൽ ശരി വില കുറഞ്ഞ അതൊന്നുമില്ല. നമുക്കിപ്പോൾ ചിലപ്പോൾ മാർക്കറ്റിൽ പോയി നല്ലോണം മീൻ വാങ്ങിക്കൊള്ളുന്ന അപ്പുറം ഇപ്പുറമുള്ള ആൾക്കാർ അത് ചിലപ്പോൾ ഇതായിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാം. ഏത് പണി നമ്മൾ മുമ്പത്തെ എടുത്ത പണിയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടോ നല്ല ഡ്രൈവിംഗ് ആയിരുന്നെങ്കിൽ ഡ്രൈവറായിട്ടാണെങ്കിൽ പണിക്കാറ്. അപ്പോൾ ഈ പ്രവാസ ലോകത്ത് നിന്ന് പോയിട്ട് നാട്ടിൽ കഴിയുമ്പോൾ ഒരു പണി ഞാൻ എടുക്കില്ല തീരുമാനിക്കരുത്. ഏത് പണി ഞാൻ എടുക്കുന്നു വിചാരിക്കണം. അതുപോലെ കുക്കിങ്ങുമായി ബന്ധപ്പെട്ടൊക്കെ പറയുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, കുക്കിങ്ങിൽ ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റി കിട്ടും, അവസരങ്ങൾ കിട്ടും. അപ്പോൾ ചില ആളുകൾ ഈ അവസരത്തെ ഉപയോഗിക്കില്ല. ഇപ്പോൾ നമ്മൾ ബന്ധുവീടുകളിൽ കുക്കിങ്ങുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇതുണ്ടാവുകയാണ്, നമ്മൾ പോയി കൂടി കൊടുക്കുക. കല്യാണ വീടുകളിൽ പോകുക, കൂടി കൊടുക്കുക. അപ്പോൾ വെറുതെ ഫ്രീ ആയിട്ട്. ഇപ്പോൾ നമുക്കറിയാം വലിയ പരിപാടികൾ വെക്കുന്ന ആളുകളുണ്ട്. അവരെന്താ ചെയ്യുന്നത്? അവർ വലിയ സ്റ്റേജ് പരിപാടികൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. നമുക്ക് കണ്ടാൽ അത്ഭുതപ്പെട്ടു പോകും. ഭയങ്കര സ്റ്റേജ് പരിപാടി, മാജിക്കാകാം, മെൻ്റലിസ്റ്റാകാം, അല്ലെങ്കിൽ പ്രസംഗമാകാം, സ്റ്റേജ് വെച്ചിട്ട് ഇപ്പോൾ അനിൽചന്ദ്രനെ പോലുള്ള ആളുകൾ. അപ്പോൾ അവർക്ക് ക്യാഷ് സമ്പാദിക്കാമെന്ന്, പണം ഒരു ആളുകളെ അതിലേക്ക് ക്ഷണിച്ചങ്ങനെ. അപ്പോൾ നമ്മളേക്ക് ഭയങ്കര പരിപാടി. അവരൊക്കെ ചിലപ്പോൾ ആദ്യം 10-15 പരിപാടികൾ ഫ്രീ ആയിട്ട് ഇങ്ങനെ നടത്തിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളത് അവരെ മുമ്പത്തെ എഫക്റ്റ് പലപ്പോൾ ഞാൻ പറഞ്ഞില്ല, മറന്നു പോകും, അത് കാണാതെ പോകുന്നു നമ്മൾ പലപ്പോഴും. അത് അങ്ങനെയല്ല, മറിച്ച് അപ്പോൾ അതുപോലെ നിങ്ങൾക്കറിയാവുന്ന കഴിവത് വെറുതെ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ വെറുതെ ഡ്രൈവറായിട്ട് പോവാം, 4 പോകുമ്പോൾ 5ാമത് പോകുമ്പോൾ പിന്നെ പൈസ വേണമെങ്കിൽ പിന്നെ പറയാം, ഇങ്ങനെ ഫിനാൻഷ്യലി എനിക്ക് ബുദ്ധിമുട്ടാകുന്നുണ്ട്, അപ്പോൾ എന്തെങ്കിലും വട്ടച്ചെലവിന് അങ്ങനെ ഒരു മയത്തിൽ അങ്ങനെ പറഞ്ഞോളാം. അപ്പോൾ ചില ആളുകൾ എന്നോട് പറയാറുണ്ട്, അടുത്ത കുടുംബക്കാരനാണ് പോലും ഞാൻ പറയും വണ്ടി കണ്ണടിക്കേണ്ടി വരും, അങ്ങനെ എത്ര ഇതാവും, എൻ്റെ ഒരു ദിവസത്തെ പണി പോവും, ഞാൻ പണിക്കേ പോകുന്നുണ്ടായില്ല, ഒരു ദിവസത്തെ പണി ചിലപ്പോൾ പോകും എൻ്റെ. അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ അതിനെന്താ ഭാഗം നമുക്ക് ശരിയാക്കാം, 2,000 മറിഞ്ഞ് അല്ലെങ്കിൽ 3,000 മറിഞ്ഞ്. അപ്പോൾ അങ്ങനെയാവണം. അതുപോലെ ഇപ്പോൾ കുക്കിങ്ങൊക്കെ അറിയുന്ന ആളുകൾ അടുത്ത വീടുകളിൽ പോയിട്ട് വീട്ടിൽ ഫംഗ്ഷൻ പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ ഫുഡ് ഉണ്ടാക്കാൻ വെറുതെ ഒരു 10 പരിപാടിയൊക്കെ വെറുതെ ചെയ്ത് കൊടുക്കുക, വെറുതെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക. ഒരു 5-6 സ്ഥലത്ത് 10 സ്ഥലത്തൊക്കെ വെറുതെ ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ അത്ര വിളി വരുന്നത് ഒരു ബർത്ത്ഡേ പാർട്ടി ഫുഡാക്കും.
ഞാൻ ലേശം തിരക്കാൻ നിന്നൊരു പണി നോക്കട്ടാ. ആ അപ്പോൾ എന്താ പണി പറഞ്ഞ് നമുക്ക് അത് നല്ലൊരു ഇതാവിടാ, ഒരു 2000 റുപ്യെല്ലാം ചിലവാകും. കാരണം ഇപ്പോൾ ഞാനിപ്പോൾ 2000-3000 മേടിക്കുന്നത്. അറിയാം പറയാം എന്താ പ്രശ്നം. ചില ആളുകൾക്ക് മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ കുടുംബക്കാരനല്ല, ചിറ്റപ്പനല്ല, വല്ല നമ്മളെ ഇളയപ്പല്ലേ, നമ്മളെ മൂത്തപ്പല്ലേ, അങ്ങനെയൊന്നുമില്ല. നമ്മളെല്ലാവരും എന്തിനാണ് ജീവിക്കുന്നത്? നമുക്ക് അത്യാവശ്യം പണിയെടുക്കുന്നത് എന്തിനാണ്? നമ്മൾ പണിയെടുക്കുന്നതിനാ ഇതാക്കാൻ. പിന്നെ അടുത്ത ബന്ധുക്കളെ സഹായിക്കുക എന്ന ഉദ്ദേശം അത് വേറെ. നമുക്ക് വിവാഹം കാര്യങ്ങളൊക്കെ വരുമ്പോൾ സഹായിക്കുന്നത് വേറെ. നമുക്ക് ഫുഡ് ഉണ്ടാക്കി നമ്മൾ ജോലി അത് വേറെ തന്നെ കണ്ടാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അതുപോലെ ആദ്യം നിങ്ങൾ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളെ പൈസക്ക് തന്നെ പ്രിപ്പേർഡ് സർവീസ് കിട്ടും. അതുപോലെ മറ്റേ ചില ആളുകൾ എന്തൊക്കെ ഒരു നല്ല വൈറ്റും ഇട്ട് ഇപ്പോൾ ഞാനൊക്കെ നാട്ടിലിറങ്ങിയാൽ നമ്മളൊക്കെ നാട്ടിലിറങ്ങി ഇപ്പോൾ ഒരുപാട് പിരിവുകൾ നടക്കാറുണ്ട്. ഇപ്പോൾ പ്രവാസികളെ ഭയങ്കര പിരിവിന് പിടിക്കാറെന്നൊക്കെ ഭയങ്കര പരാതികളൊക്കെ പറയുന്നൊക്കെ ആളുകൾ. അപ്പോൾ ഞാൻ അത്ഭുതത്തോടെ വിചാരിക്കും നമുക്കൊരു പിരിവും വരുന്നില്ലല്ലോ ഇന്ന് വരെ. അപ്പോൾ വോളിബോളിൻ്റെ എന്തെങ്കിലും പരിപാടിയുണ്ടോ, പിരിവ് എന്നോട് ഫസ്റ്റ് വന്ന് നോട്ടിക്കോ. അപ്പോൾ ഞാൻ എന്ത് പരിപാടി പിരിവുണ്ട്. പ്രവാസികൾ ഇതാണല്ലോ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ. ചില ആളുകൾ കൊടുക്കാൻ വേണ്ടി തന്നെ ചില റമദാൻ മാസത്തിലൊക്കെ കൊടുക്കൽ തന്നെ പണി. മദ്രസയിൽ, പള്ളിക്ക്, അത് ഇത് ഓരോ കമ്മിറ്റി വേർതിരിച്ച് മലപ്പുറം ജില്ലയിലൊക്കെ ഭയങ്കര കൂടുതലെന്ന് തോന്നിപ്പോകാറുണ്ട് ചില ഫ്രണ്ട്സുകളായി സംസാരിക്കുമ്പോൾ. അപ്പോൾ ഇവിടെ ഒരു വോളിബോൾ മത്സരം ഉണ്ടായിരുന്നു. അതെങ്ങനെ പരിപാടി ഞാൻ ചോദിക്കും. അതിങ്ങനെ പരിപാടി ഇത്ര ആളെ വെച്ചിട്ട് എന്താ ഫസ്റ്റ് പ്രൈസ് കൊടുക്കുന്നത് എന്ത് കൊടുക്കും, അതിൽ എത്ര ഇങ്ങനെ പിരിവുണ്ടാക്കും? അത് ഞങ്ങൾ ഇത്ര ഉണ്ടാക്കും. നിങ്ങൾ കൊടുക്കുന്ന സമ്മാനം എത്ര? ഇത്ര എണ്ണം കൊടുക്കും. അതാരാ കൊടുക്കുന്നത്? അത് സ്പോൺസറാണ് ചെയ്യുന്നത്. ആ പരിപാടി ആര് സ്പോൺസർ ചെയ്ത്? അത് 1ാം സമ്മാനം 2ാം സമ്മാനമൊക്കെ സ്പോൺസർ ചെയ്യുന്ന ആളുകൾ, ഓരോ ആളുകൾ പേര് വിളിച്ച് പറഞ്ഞിട്ട് മൈക്കിൽ വിളിച്ച് ഇങ്ങനെ സ്പോൺസർ ചെയ്തിരിക്കുന്നു വിളിച്ച് പറയുമ്പോൾ കുറച്ച് ഗമയില്ല ആൾ, അങ്ങനത്തെ ആൾക്കാരെല്ലാം ഉണ്ടല്ലോ നാട്ടിൽ. പറയേണ്ട ചില ആൾക്ക് ഇഷ്ടപ്പെടില്ല, പക്ഷേ ഇഷ്ടപ്പെട്ടാലില്ലെങ്കിൽ അതാണ് സത്യം. അപ്പോൾ അങ്ങനെ കൊടുക്കാൻ ആളുകളുണ്ട്. അപ്പോൾ അവർ കൊടുത്തോളും ഈ ഫസ്റ്റ് സമ്മാനങ്ങളിൽ. അപ്പോൾ പിന്നെ ഈ പിരിവാക്കുന്ന പൈസ എന്തിനാ? അത് അവർക്ക് നല്ല കിട്ടും പണിക്ക് ബാക്കി ലാഭത്തിനും. ഒരു ബിസിനസ് പോലെ നടക്കുന്നിപ്പോൾ ഏത് മത്സരം, അങ്ങനത്തെ മത്സരങ്ങളൊക്കെ. എൻ്റെ ഇല്ല പൊന്നുമോനെ, എന്തെങ്കിലും പാവങ്ങൾക്ക് പുര കെട്ടാനോ അല്ലെങ്കിൽ അസുഖമായിട്ട് കിടക്കുന്നവർക്ക് എന്തെങ്കിലും കൊടുക്കുന്നത് നമുക്ക് ഓക്കെ. ഞാൻ പൈസ എടുത്തിട്ടില്ല പൈസയും ഇല്ല. അങ്ങനെ തുറന്ന് പറയാം. ഞാൻ അങ്ങനെ നമുക്കൊരു കുറവല്ല, ഇല്ല ഒരു കുറവുമില്ല. ആ ഒരു ബിസിനസ്സായിട്ടാണ് നടക്കുന്നത് അവിടെ. ചില കടകളിൽ നിങ്ങൾ കാണില്ലേ ഇവിടെ പിരിവ് നിരോധിച്ചിരിക്കുന്നു. അത് ചില വീടുകളിൽ ഇപ്പോൾ ചില ഭാഗത്ത് കണ്ണൂർ ഭാഗത്തൊക്കെ അങ്ങോട്ട് പോയാൽ കാണാം പള്ളി കമ്മിറ്റിയുടെ അനുവാദമില്ലാതെ പിരിവ് പാടില്ല ഇവിടെ. അപ്പോൾ പള്ളി കമ്മിറ്റി അനുവാദം ഉണ്ടെങ്കിൽ മാത്രമേ പോയിട്ട് പിരിവാക്കാൻ പാടുള്ളൂ. ഇതിങ്ങനെ ആരെങ്കിലും ബാക്കിക്കാവുന്ന കൊടുക്കുന്നതിന് പറയാനില്ല കേട്ടോ. ആരെങ്കിലും ബാക്കിക്കാവുന്ന 10-20 കൊടുത്ത ഒരു പ്രശ്നമില്ല. നിങ്ങൾ കൊടുക്കുന്നതും കൊണ്ട് കുറയില്ല, കൂടുന്നതല്ലാതെ. മറിച്ച് പിരിവന്നായിട്ട് കുറേ ആൾക്കാർ അങ്ങനെ ഉണ്ട്. ഈ പ്രവാസികളെ കണ്ട് ഇങ്ങനെ പിടിക്കുക, പിഴിഞ്ഞ് വാങ്ങുക, അങ്ങനത്തെ ഒരവസ്ഥ. അതിൽ നമ്മൾ വീണ് കൊടുക്കാൻ പാടില്ല. ഒരിക്കൽ 2 പ്രാവശ്യം അടി കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് അടിയാണ് കിട്ടുന്നതെന്ന്. ഇത് തലോടലാന്ന് മനസ്സിലാക്കിയിട്ട് കാലാകാലം തലോടൽ കൊള്ളരുത്. ഒരിക്കൽ 2 കൂട്ടാകുമ്പോൾ നമുക്ക് മനസ്സിലാക്കിക്കൊള്ളണം പൂർണ്ണമായിട്ട് ഇത് അടിയാണ് വരുന്നത്, പ്രശ്നമാണ്. ഒന്നല്ല, ബുദ്ധിമാനും വരുമ്പോൾ സൂചന കാണുമ്പോൾ തന്നെ മനസ്സിലാക്കണം. മീശാനെങ്കിൽ ഭാഷ മനസ്സിലാവുമെന്ന് പറയും പോലെ അപ്പോൾ മനസ്സിലാക്കണം. അതേപോലെ എന്ത് പണിക്ക് ഇങ്ങനെ പോകാൻ വേണ്ടി നമ്മൾ റെഡിയാണ്. അപ്പോൾ നാട്ടിൽ നല്ല നല്ല ഡ്രസ്സൊക്കെ ഇട്ട്, ഞാൻ പറഞ്ഞ പൂർത്തിയായില്ലല്ലേ, നല്ല ഡ്രസ്സൊക്കെ ബൈറ്റ് ഇട്ട് ഇങ്ങനെ പോകരുത് ടൗണിൽ. അപ്പോൾ നിങ്ങൾ ജോലി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ട് ഫിനാൻഷ്യലി, എന്തെങ്കിലും ജോലിക്ക് റെഡിയാണെങ്കിൽ ആ ഒരു കള്ളി മുണ്ട് കൊടുത്ത് ഒരു ചെറിയ ടീഷർട്ട് ഇട്ട് അങ്ങ് ടൗണിലേക്ക് ഇറങ്ങിയാൽ അങ്ങാടിയിലേക്ക് അപ്പം തന്നെ പണി കിട്ടും. ഇറങ്ങിയാൽ ചിലപ്പോൾ അന്ന് തന്നെ പണി കിട്ടും. ചിലപ്പോൾ എന്താ അറിയുമോ, ചിലപ്പോൾ അവിടെ ഇരിക്കുക, ബസ് സ്റ്റാൻഡിൽ ഇരിക്കുക, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞ് കളിക്കുക. ഇതൊക്കെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ തിരിഞ്ഞ് കളിക്കുമ്പോൾ അപ്പോൾ അവിടെ പറയും വണ്ടി ലോഡാക്കാൻ, വണ്ടി ഉണ്ട്, ഡ്രൈവറുണ്ട്, പക്ഷേ വീട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ കടത്താൻ ലോഡാക്കാണ്ടായി, അതിന് ആരെ കിട്ടുന്നില്ല പറയും. അപ്പോൾ എന്താ അപ്പോൾ ഞാൻ അവിടെ ഇരിക്കുന്നുണ്ടല്ലേ, നീ എന്തിനാ ഇരിക്കുന്നത്, എന്തൊരു പ്രശ്നം? ഇങ്ങനെ ലോഡാക്കാം. ഞാൻ നിർത്തിൻ്റെ ലോഡാക്കാൻ പോയിട്ടുണ്ടായിന്, എന്നിട്ട് ഞാൻ 1000 മേടിച്ചിട്ട് ഞാൻ വന്ന് ഇത് കുറച്ച് സാധനമല്ല, ഇത് ചില്ലറ കിച്ചുകളി കേസ് പോയി 500,000 മറിഞ്ഞ്. അപ്പോൾ അങ്ങനെ പറയാനും മേടിക്കാനും ഒക്കെ നമുക്ക് കഴിയണം. അതൊരു കുറച്ച് പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. 1-2 അടുത്ത് പോയിട്ട് പ്രാക്ടീസ് ഏതൊരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ പബ്ലിക് സ്പീക്കിങ്ങിനെ കുറിച്ചൊക്കെ ഒരുപാട് കേൾക്കാറുണ്ട്. ചിലപ്പോൾ ചില ആളുകൾ കാണാൻ മണിക്കൂറുകളിരുന്ന് നമ്മൾ പ്രഭാഷണം കേൾക്കാറുണ്ട്. എന്നിട്ട് നമുക്കതുപോലെ പറയാൻ കഴിയില്ല, കയ്യിൽ പ്രാക്ടീസ് വേണം, നല്ല പ്രാക്ടീസ് വേണം. അതുപോലെ ജിമ്മിന് നമുക്കറിയാം, ജിമ്മിൻ്റെ കാര്യങ്ങൾ. ഇപ്പോൾ ജിമ്മിനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നല്ല നല്ല പേഴ്സണൽ ട്രെയിനിങ്ങിൻ്റെ ആളുകളുണ്ട്. അപ്പോൾ ട്രെയിൻ ചെയ്യുന്ന ആളുകളുടെ ഒരുപാട് വീഡിയോസ് നമ്മൾ വരാറുണ്ട്. അങ്ങനെ എടുക്കണം, ഇതിങ്ങനെയാണ് എടുക്കേണ്ടത്. പറഞ്ഞാൽ നമ്മൾ നോക്കി നിന്നിട്ട് നമുക്ക് ജിമ്മ് വരുമോ, അല്ലെങ്കിൽ നമുക്ക് കട്ട വരുമോ, അല്ലെങ്കിൽ സിക്സ് ബാക്ക് ആകുമോ? ആയില്ല. കാരണം നമ്മൾ ഇറങ്ങി പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ആവൂ. അതേപോലെ തന്നെ ഇത് മെല്ലെ ഒരിക്കൽ 2 ആകുമ്പോൾ നമുക്ക് അതിൽ നമ്മൾ ഓനെങ്ങനെ ഇപ്പോൾ അങ്ങനെ പറഞ്ഞു മേടിക്കുന്നു. പക്ഷേ യോനങ്ങളുടെ ഇത്ര അടുത്ത കുടുംബക്കാരോട് പൈസ മേടിക്കുന്നു, അതാണ് പ്രാക്ടീസ്, ഒരു കഴിവോൻ്റെ. അപ്പോൾ അതുപോലെ നമ്മൾ കാര്യങ്ങൾ പറയണം, നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ ചെറുത് ചെയ്തിട്ട് വലുതിലേക്ക് എത്തണം, അങ്ങനെ നമുക്ക് സാധിക്കൂ. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങൾ
പിരിവുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞു. ഇതുപോലെ ഇപ്പോൾ ജോലിയുമായി ബന്ധപ്പെട്ട് എന്ത് ജോലിയും ചെയ്യാം, ഹലാലായി എന്ത് ജോലിയും ചെയ്യാം, അതായത് നിഷിദ്ധമല്ലാത്ത എന്ത് ജോലിയും ചെയ്യാം എന്നുള്ള ഉറച്ചൊരു തീരുമാനം നമ്മൾ എടുക്കണം. ഈ പ്രവാസ നാട്ടിൽ നിന്നൊക്കെ പോയി നാട്ടിലൊക്കെ പണിയുമ്പം ഇപ്പോൾ നമുക്കറിയാം സ്വർണ്ണത്തിനൊക്കെ ഭയങ്കര വില. എത്ര സ്വർണ്ണം പണിയുമ്പോൾ ചിലപ്പോൾ ഗൾഫുകാരുടെ ഭാര്യമാർക്കൊന്നും സ്വർണ്ണം ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു, അധികം ആളുകൾക്ക് ഇല്ല. കാരണം പണയം വെച്ചിട്ടോ വിറ്റിട്ടോ അങ്ങനെ. കാരണം എന്താ വെച്ചാൽ അത്രയും വില കൈമ കിട്ടിട്ട് പോയാൽ ചങ്ക് പിടിക്കുമോ അല്ലെങ്കിൽ കാത് പിടിക്കുമോ എന്നുള്ള പേടി നമുക്കുണ്ട്. ഈ ചെവി തന്നെ അറുത്തിട്ട് പോയും ചില ആളുകൾ കള്ളന്മാർ, അത്ര വില കൂടിയിട്ടേ. അപ്പോൾ ശ്രദ്ധിക്കുക. കുട്ടികൾക്കൊക്കെ പോയി അടുത്ത കാലത്ത് ഒരു പണ്ഡിതം വീഡിയോ ചെയ്ത് തമാശ വളരെ സീരിയസ് ആയത്. കുട്ടികൾക്ക് മറ്റേ മുക്കിൻ്റെ പോലത്തെ സ്വർണ്ണം പോലെ കാണുമ്പോൾ സ്വർണ്ണം പോലെ തോന്നുന്നു ചെയിൻ പോലും ഇട്ട് കൊടുക്കരുതാണ്. കാരണം ഇങ്ങനെ പിടിച്ച് വലിച്ച് കുഞ്ഞിൻ്റെ ഇങ്ങനെ അടയാളൊക്കെ വന്നുള്ളൂ, ചിലപ്പോൾ മരണത്തിന് വരെ വയ്യൊരുക്കും. നമ്മളങ്ങനെ ഇടണ്ട, സാരില്ല, ഇട്ടില്ലെങ്കിൽ ഒന്നുമില്ല. മറ്റേ ഇല്ലേ കല്ലമാല പോലത്തെ ഇട്ട് കൊടുക്കണം. കുട്ടികൾക്ക് ഇങ്ങനെ കൈത്തൊക്കെ കാലി കാണുമ്പോൾ നമുക്ക് വിഷമം തോന്നാറുണ്ട്. പക്ഷേ കല്ലമാല പോലത്തെ സാധനങ്ങൾ, ഇതുപോലെ പിന്നെ ഫാൻസി ഐറ്റംസ് ഉണ്ടല്ലോ ഒരുപാട് മോഡലുകൾ, അങ്ങനത്തെ ഒക്കെ വാങ്ങിക്കൊടുക്കുക. സ്വർണ്ണം ഒഴിവാക്കുക. ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണ്ട, കപ്പാടിൽ എവിടെയെങ്കിലും പൂട്ടിയിട്ട് ലോക്കറിലായിട്ട് വെച്ചോ. കുട്ടികൾക്ക് പരമാവധി ഒഴിവാക്കുക. അപ്പോൾ അതേപോലെ എല്ലാ ജോലിക്കും നമ്മൾ റെഡി ആയി നിൽക്കുക. അതുപോലെ ഒഴിവുള്ള സമയത്ത് ഭാര്യയൊക്കെ സഹായിക്കുക. ചില ആളുകൾ മൊബൈലൊക്കെ ഇങ്ങനെ നോക്കി റീൽസ് നോക്കി, അതുപോലെ മൊബൈലിലൊക്കെ യൂട്യൂബിൽ നിന്നൊക്കെ സമ്പാദിക്കാൻ കഴിഞ്ഞ ആളുകളാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് സമ്പാദിക്കുക. യൂട്യൂബിൽ നിന്ന് റീൽസ് ഉണ്ടാക്കിയ, ഷോർട്സ് ഉണ്ടാക്കിയ, അങ്ങനെയൊക്കെ ചെയ്യുന്നത് അങ്ങനെ ചെയ്യാം. അതുപോലെ നല്ല നല്ല ന്യൂസുകൾ കേൾക്കുക. ചില മലയാള ന്യൂസൊക്കെ കേട്ടായില്ല ഇങ്ങനെ ബേജാറായി പോകും ആകെപ്പാടെ. അങ്ങനെയാണ് ഇടയിലെ സുഹൃത്തുക്കളായി വിളിച്ചു ചോദിക്കാത്ത പ്രശ്നമുണ്ടോ എന്ന് അറിയാം. അപ്പോൾ എല്ലാ രാജ്യത്തും നമുക്ക് സുഹൃത്തുക്കളുണ്ട്, ആളുകളുണ്ട്. അവിടെയൊക്കെ വിളിച്ചു ചോദിച്ചിട്ട് കാര്യങ്ങൾ അറിയാം. അല്ലാതെ വെറുതെ ടെൻഷൻ്റെ മുകളിൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതുപോലെ ഈ കാര്യങ്ങൾ, ഈ പ്രശ്നങ്ങൾ നമുക്ക് ബാധകമാണെങ്കിലും, നമുക്ക് പ്രശ്നം ബാധിക്കുന്നുണ്ടെങ്കിലും ഇതിൻ്റെ സൊല്യൂഷൻ നമ്മളുടെ കയ്യിലില്ല എന്ന് നമുക്ക് ബോധ്യം ഉണ്ടാവണം. സൊല്യൂഷൻ ഇല്ല. നമുക്ക് എന്താ സൊല്യൂഷൻ? നമ്മൾ പ്രാർത്ഥിക്കുക. പടച്ചോനെ ഒരു മിസൈൽ ഇങ്ങോട്ട് വന്നക്കല്ല റബ്ബേ, അല്ലെങ്കിൽ അങ്ങനെ ആയിപ്പോലെ റബ്ബേ, ആരെങ്കിലും പ്രയാസത്തിലാക്കല്ല റബ്ബേ, ബുദ്ധിമുട്ടിക്കല്ല റബ്ബേ. നമ്മൾ ഇരുന്ന് 5 നേരം ദ്വാരക്ക പ്രാർത്ഥിക്കുക. അല്ലാതെ നമുക്ക് ഇപ്പോൾ അവിടെ പ്രശ്നമാണ് ഒരു ബേജാറും കൊണ്ട് നടക്കല്ലേ, വിഷമം കൊണ്ട്. അപ്പോൾ എന്താ, ഈ വിഷമം മാത്രം മതി. നല്ല നല്ല തോട്ടുകൾ നമ്മളെ തലയിൽ ഉദിക്കില്ല. നല്ല നല്ല ഐഡിയകൾ ഉദിക്കണമെങ്കിൽ തല എപ്പോഴും നമ്മൾ ആ ടെൻഷനൊക്കെ മാറ്റി വെച്ച് ഫ്രീ ആയിരിക്കണം. ചില ആളുകളോട് ചോദിക്കുന്നത് എത്ര കോൺഫിഡൻസ് ആയിട്ട് ഇങ്ങനെ ഒരുപാട് സംസാരിക്കുകയും നല്ല അരമണിക്കൂർ സംസാരിച്ചാൽ പിന്നെയും ഊർജ്ജത്തോടെ സംസാരിക്കാനൊക്കെ കഴിയുന്നങ്ങനെ. ഞാനീ മോശപ്പെട്ട പാട് അല്ലെങ്കിൽ സ്റ്റാറ്റസ് വീഡിയോസ് നോക്കി തന്നെ ടെൻഷനായി പോകും. ചില ആളുകൾ ആ പാട്ടൊക്കെ വെച്ച് കാണാനില്ലേ ബേജാറായി പോകും. അങ്ങനത്തെ ബേജാർ തന്നെ നോക്കിയിട്ട് ബേജാറിനായി പോകും. നേരെ മറിച്ച് നല്ല നല്ല പ്രസംഗങ്ങൾ കേൾക്കുക, നല്ല നല്ല സംസാരങ്ങൾ കേൾക്കുക, നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കുക. അപ്പോൾ നല്ല നല്ല തോട്ടുകൾ നമ്മൾ തലയിൽ ഒതുക്കും. അതുപോലെ തന്നെ വിഷമം പിടിച്ച ന്യൂസ് വെച്ചാൽ നല്ലൊരു ഐഡിയ നമുക്ക് കിട്ടില്ല, നല്ലൊരു ഐഡിയക്ക് പോയില്ല. ചില ആളുകൾ കടത്തിൽ കഴിഞ്ഞിട്ട് പിന്നെ അതന്നെ ചിന്തിക്കും. കടം വീടുന്നതിനെ കുറിച്ച് കടമില്ല ടെൻഷനാവും എനിക്ക്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ല, കൂടുതൽ പറയുന്നില്ല. അപ്പോൾ ഇതൊക്കെ ചിന്തിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാം, നല്ല രീതിയിൽ മുമ്പോട്ട് പോകാം. നല്ലൊരു ജോലിയൊക്കെ ചെയ്ത് നമുക്ക് സാമ്പത്തികമായി പ്രതിസന്ധികളും പ്രയാസങ്ങളില്ലാതെ മുമ്പോട്ട് പോകാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മളുടെ കടങ്ങളൊക്കെ വീട് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. വാഹത്തുബ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.